ജോലി ചെയ്യുന്നത് കുവൈറ്റിൽ സ്റ്റാഫ് നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ആദ്യമായിട്ട് ഞാൻ 2022 ഉടമ്പടി എടുത്തത്. ഞാൻ സാക്ഷ്യം പറഞ്ഞു. എൻ്റെ 3 നിയോഗവും സാധിച്ചു കിട്ടി. എൻ്റെ 2 സാക്ഷ്യങ്ങൾ ബാക്കിയുണ്ടായിരുന്നു. ദൈവം എന്നെ അനുഗ്രഹിച്ച് ഞാൻ അതിനുവേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കുകയായിരുന്നു. ഞാൻ 2008 കാനഡയിലെ ഒരു പ്രോസസ്സിങ്ങിന് വേണ്ടി ഞാൻ പേപ്പർ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒത്തിരി നാൾ ശേഷം എൻ്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ IELTS എക്സാമൊക്കെ എഴുതി. എനിക്ക് ആവശ്യത്തിനുള്ള കാനഡ സ്കോറൊക്കെ കിട്ടിയായിരുന്നു. പിന്നെ ഞാനത് ഉപേക്ഷിച്ചു. പിന്നെ ഞാനത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതില്ല. പക്ഷേ 2024 ഞാൻ ഇവിടെ സാക്ഷ്യം പുതുക്കിയ സമയത്ത് ഞാൻ അതിനൊരു നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. ദൈവഹിതമാണെങ്കിൽ മാത്രം എനിക്കത് പോകാനിട വരണേന്ന്. അങ്ങനെ ഞാൻ അതിനുവേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചു. പക്ഷേ ഞാനിവിടെ പുതുക്കിയ ശേഷം, ഞാൻ തിരിച്ച് കുവൈറ്റിലെത്തിയ ശേഷം ഞാൻ എടുക്കുന്ന ദൈവവചനങ്ങളൊന്നും എനിക്ക് അനുകൂലമല്ലായിരുന്നു. അപ്പം എനിക്കറിയായിരുന്നു ഇത് വേണ്ട എന്നുള്ള തീരുമാനമായിരുന്നു. പക്ഷെ ഞാൻ ഒത്തിരി ഭാരപ്പെട്ടു. കാരണം ഒത്തിരി ആഗ്രഹിച്ചതാണ്, അതിനുവേണ്ടി പൈസയൊക്കെ ചെലവായതാ. പക്ഷെ എൻ്റെ മനസ്സ് ഞാൻ അത് ഒരുക്കിയിട്ട് അത് വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു. അതിൻ്റെ ശേഷം എന്നെ സെക്കൻഡ് ഇൻചാർജായിട്ട് എൻ്റെ വാർഡിൽ നിയമിച്ചു. അതിൻ്റെ ശേഷം ഞാനിപ്പോൾ ആക്ടിങ് ഹെഡ് നേഴ്സായിട്ട് തന്നെ ജോലി ചെയ്യുവാൻ എനിക്കുള്ള കൃപ. ഞാൻ ഒരു യോഗ്യതയില്ലെങ്കിൽ പോലും എൻ്റെ ജോഷുവ 1:9 പറയുന്ന പോലെ, നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട് നീ ഭയപ്പെടേണ്ട, ഭ്രമിക്കുകയും ചെയ്യേണ്ട, നിന്റെ എല്ലാ വഴികളും അവൻ നിന്നെ കരുതുമെന്നുള്ള വചനങ്ങളൊക്കെയും എന്നെ ഒത്തിരി ആഴപ്പെടുത്തുന്നു. പിന്നെ രണ്ടാമതായിട്ടും ഞങ്ങൾ ഇച്ചിരി കടഭാരത്തിലായിരുന്നു. അപ്പം അതിനുവേണ്ടി ചെറിയ കടമാണെങ്കിലും വലിയ കടമാണെങ്കിലും അത് കടം തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഞാനും ഹസ്ബൻഡും ഞാൻ കാശ് രൂപം പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ ബാങ്കിൽ പോയത്. അപ്പം ആദ്യത്തെ ബാങ്കുകാർ റിജക്റ്റ് ചെയ്തു. രണ്ടാമത് ഹസ്ബൻഡ് അവർ 6 ക്രൈറ്റീരിയ ഉണ്ടായിരുന്നു ലോൺ സാങ്ഷൻ ആകണമെങ്കിൽ. പക്ഷേ 3 ക്രൈറ്റീരിയ ഉള്ളു. അപ്പം കിട്ടില്ല എന്നുള്ളത് ഉറപ്പായിരുന്നു. പക്ഷെ അപ്പോൾ ആ റെപ്രസെൻറ്റേറ്റീവ് പറഞ്ഞു, നിങ്ങൾ ജസ്റ്റ് പ്രേ യു വിൽ ഗെറ്റ് ഇറ്റ് എന്ന് പറഞ്ഞു. അങ്ങനെ ആ വിശ്വാസത്തിൽ പോയി പ്രാർത്ഥിച്ചു. ധ്യാനമൊക്കെ കൂടുമായിരുന്നു. പക്ഷെ ആ ലോൺ സാങ്ഷനായി. പിന്നെ അതല്ലാതെ ഞങ്ങൾക്കൊരു ചിട്ടി എല്ലാ തവണയും ഞങ്ങൾ പ്രതീക്ഷിക്കും, പക്ഷെ കിട്ടത്തില്ല എന്ന്. പിന്നെ ദൈവത്തിന് വിട്ടുകൊടുത്തു. നിന്റെ ഹിതമാണ് നടക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട്. പിന്നെ അമ്മ മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, അമ്മ മാതാവേ, നിന്റെ ഹിതമാണെങ്കിൽ കാണാൻ എനിക്ക് ഈ പുണ്യഭൂമി വന്ന് സാക്ഷ്യപ്പെടുത്താൻ എനിക്ക് ഇടവരുത്തണേന്നും എൻ്റെ ഹസ്ബൻഡിനെ ഇവിടെ എത്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചായിരുന്നു. കാരണം പുള്ളി വരുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, പക്ഷെ ഞാൻ ആഗ്രഹിച്ചു. അതും എനിക്ക് ഈ വരയിൽ സാധിച്ചു കിട്ടി. ഏത് കാര്യം ചെയ്യുമ്പോഴും അത് ദൈവഹിതമാണോ എന്നറിയുവാൻ ഞാൻ ഒത്തിരി ആഗ്രഹിക്കും. കാരണം നമ്മുടെ ഇഷ്ടമല്ല, എല്ലാ ദൈവഹിതം പോലെ ജീവിക്കണം എന്നുള്ള ആഗ്രഹമായിരുന്നു. പിന്നെ മോളുടെ ഒരു പല്ലിന്റെ പ്രശ്നമുണ്ടെന്ന്, പല്ലെടുക്കാനുണ്ടായിരുന്നു. അതിൽ കൂടി ഒരു പല്ല് എടുക്കണം എന്ന് പറഞ്ഞു, സർജറി ചെയ്യണം എന്നാ പറഞ്ഞു. അപ്പം ഞങ്ങൾ കുവൈറ്റില്ല, അവിടെ ബാംഗ്ലൂർ പഠിക്കുമായിരുന്നു. പക്ഷെ ആ സമയത്ത് ഞാൻ എല്ലാ ചൊവ്വാഴ്ചത്തെ ധ്യാനം മുടങ്ങാതെ ഞാൻ കൂടുമായിരുന്നു. ആ സമയത്ത് ഞാൻ തൈലം എൻ്റെ ചീക്സെ ഞാൻ പുരട്ടുമായിരുന്നു. അതിൽ കൂടി ആ സർജറി വേണ്ട എന്ന് പറഞ്ഞു. നോർമൽ ക്ലീനപ്പ് ചെയ്ത് അവളെ പല്ലിന്റെ പ്രശ്നം പരിഹരിച്ചു. പിന്നെ കഴിഞ്ഞ തവണ ഞാൻ സാക്ഷ്യം പറഞ്ഞ് പോയ സമയത്ത് എൻ്റെ കാശ് രൂപം ഇവിടുന്ന് മിസ്സായിപ്പോയി. അപ്പം അന്ന് രാത്രി ഞാൻ വീട്ടിൽ അന്വേഷിച്ചപ്പം എൻ്റെ ആ കാശ് രൂപം കാണുന്നില്ല. അപ്പം ഞാൻ അന്ന് രാത്രി സ്വപ്നത്തിൽ കാണുവാണ് അത് സേഫായിട്ട് ഒരിടത്ത് ഒരു ബോക്സിൽ ഇരിക്കുന്നതായിട്ട്. പിറ്റേ ദിവസം അത് ഇവിടെ കഴിഞ്ഞ തവണ വന്നപ്പം ഞാൻ എറണാകുളത്ത് ഒരു മോളുടെ അടുത്ത് അവർക്കൊരു ഇന്റേൺഷിപ്പ് പീരീഡ് 1 month ഉണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു. അപ്പം പിറ്റേ ദിവസം ഞാൻ അവളുടെ റൂമിൽ നിന്ന് ഇവിടെ വന്ന് ഞാൻ അന്നേരം ഇവിടെ ധ്യാനം നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ എൻ്റെ മനസ്സിലപ്പം ഞാൻ മാതാവിനോട് പറയുന്നുണ്ട്, മാതാവേ, നീ എൻ്റെ കൂടെയുണ്ടെന്നുള്ള അടയാളമാണ്, ഞാൻ തിരിച്ച് കാശ് രൂപ ഇല്ലാതെ പോയില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നേ. പക്ഷെ ആ സമയത്ത് ധ്യാനം കഴിഞ്ഞ ഉടനെ ഞാൻ എൻ്റെ മനസ്സിൽ പറയുക, ക്ലീനേഴ്സിനോട് ചോദിക്കുക, പക്ഷെ ഇവിടെ ആരെയും കാണുന്നില്ല. പക്ഷെ ആ സമയത്ത് ഞാൻ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞ് ചുമ്മാ പറഞ്ഞപ്പം അവിടുത്തെ ബ്രദർ എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചു. അപ്പം ഡ്രോ തുറന്നപ്പം അവിടെ കാശ് രൂപ ഇരിക്കുന്നു. അതൊരു ജപമാലയിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് എൻ്റെ കാശ് രൂപമായിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം നമ്മൾ ആഗ്രഹിക്കും നമ്മുടെ കൂടെ അമ്മ മാതാവും ഈശോയും ഒക്കെ ഒപ്പം വേണമെന്ന്. കാരണം നമ്മുടെ ബലഹീനരാണ്. എല്ലാ കാര്യങ്ങളും ദൈവഹിത പ്രകാരം ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡ്രൈവ് ചെയ്തിട്ടാണ് ഡ്യൂട്ടിക്ക് പോകുന്നത്. 2 തവണ എൻ്റെ വണ്ടി ടയർ പങ്ക്ചറായി. ഞാൻ അറിയുന്നില്ല പങ്ക്ചറായി. പിന്നെ അത് സേഫായിട്ട് എനിക്ക് അത് ഒരു സ്ഥലത്ത് നിർത്തുവാനും, പിന്നെ ഒരു തവണ മഴയുടെ സമയത്ത് വണ്ടി സ്കിഡായിട്ട് ഒരു പൂറലും കൂടാതെ എന്നെ അമ്മ മാതാവ് എന്നെ കാത്തു. അത് ഒരു വലിയൊരു സാക്ഷ്യമായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ ഇന്ന് ധ്യാനം കുർബാനയുടെ സമയത്ത് ഇവിടുന്ന് അങ്ങോട്ട് പോയി ഭയങ്കര ഒരു പരിമളം അത് അനുഭവപ്പെട്ടു. ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചപ്പോഴും പുള്ളിയും പറഞ്ഞു അതേപോലെ അനുഭവപ്പെട്ടു.
അപ്പൊ അമ്മ മാതാവ് കൂടെ ഉണ്ടെന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസമായി. പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ജോലി ചെയ്യുമ്പം എപ്പോഴും ഓഫ് കിട്ടുന്നത് അതനുസരിച്ച് ഞാൻ ഡ്രൈവ് ചെയ്തിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇച്ചിരി ആൾക്കാർക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് സാൻഡ്വിച്ച് എന്തെങ്കിലും മേടിച്ചു കൊടുക്കും. പിന്നെ എൻ്റെ മോന് ഞാൻ പൈസ അയച്ചു കൊടുക്കും, എന്തെങ്കിലും ആവശ്യക്കാർക്ക് പൈസ കൊടുക്കണേന്ന് പറഞ്ഞുകൊണ്ട്. ഇത്രത്തോളം എന്നെ ദൈവം അനുഗ്രഹിച്ച എല്ലാ അനുഗ്രഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. 24-ാം സങ്കീർത്തനത്തിന്റെ 23-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു: കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. നമ്മളോട് ഷാലി ജോൺ എന്ന സഹോദരിയാണ് തന്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവച്ചത്. ജീവിതത്തിന്റെ 2-3 നിയോഗങ്ങള് പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേർത്ത് പ്രാർത്ഥിച്ച് അതില് പരിശുദ്ധ അമ്മയുടെ വലിയ അനുഗ്രഹവും പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യവും സ്വീകരിച്ചതിന്റെ നന്ദി സൂചകമായിട്ടാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അൽത്താരയിൽ ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നത്. നമുക്കറിയാം, ഉടമ്പടി ജീവിതം ഒരു എക്സ്കവേഷൻ ആണ്. നമ്മളുടെ ജീവിതത്തിൽ തന്നെ ആഴത്തില് അറിയുവാനായിട്ട്, നമ്മുടെ ജീവിതത്തിന്റെ കുറവുകളെയും പോരായ്മകളെയും തിരുത്തിക്കൊണ്ട് ജീവിക്കുവാനായിട്ട്, ആഴത്തിൽ ദൈവത്തെ അനുഭവിക്കുവാനായിട്ട് നമ്മളെ തന്നെ കണ്ടെത്തുന്ന ഒരു ജീവിത രീതിയാണ്. ആ ജീവിതത്തെ കുറിച്ചുള്ള ബോധ്യങ്ങളിലേക്ക് കടന്നു വരുവാനായിട്ടും നമ്മുടെ നിസ്സാരതയിൽ ദൈവത്തിന്റെ വലിയ അഭിഷേകത്തെയും കാരുണ്യത്തെയും കൃപയെയും നമുക്ക് ചേർത്ത് വെക്കുവാനായിട്ടും സാധിക്കുന്ന അതുപോലെ തന്നെ ജോലിയുടെയും കുടുംബത്തിൽ സംഭവിച്ച ചെറുതും വലുതുമായിട്ടുള്ള ഓരോ നിയോഗങ്ങളെയും നമ്മുടെ മുൻപിൽ പങ്കുവെക്കുമ്പോൾ നമുക്ക് ഇരു കരങ്ങളും അടിച്ച് ദൈവത്തിരുനാമത്തെ മഹത്വപ്പെടുത്താം. പരിശുദ്ധ അമ്മ വഴിയായിട്ട് ഇവരുടെ കുടുംബത്തിൽ ഇനിയും അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.